വലിയങ്ങാടിയിൽ വീണ്ടും കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണു. മുകളിലത്തെ നിലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിന്റെ സ്ലാബാണ് തകർന്നു വീണത്. ആർക്കും പരിക്കില്ല. വലിയങ്ങാടിയിൽ 4 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ കോർപ്പറേഷൻ അധികൃതർക്ക് വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. വലിയങ്ങാടിയിൽ സൺഷെയ്ഡ് സ്ലാബിൻ്റെ ഭാഗം അടർന്നു വീണ് 4 തൊഴിലാളികൾ മരിച്ചതിൻ്റെ ദുഃഖവും ഞെട്ടലും ഒക്കെ മാറുന്നതിന് മുൻപാണ് വീണ്ടും ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. ഇത് വലിയങ്ങാടിയിൽ വാടിയിൽ ലെയിൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെയുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഈ മുകളിൽ 2ാം നിലയുടെ ഭാഗത്തായി വരുന്ന സൺഷെയ്ഡിൻ്റെ സ്ലാബാണ് അടർന്ന് താഴ്ഭാഗത്തേക്ക് വീണത്. ഏകദേശം വിള്ളലോടുകൂടി കുറേ നാളുകളായി നിലനിൽക്കുന്ന ഒരു സ്ലാബ് കൂടിയാണ്. ഈ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് താമസിച്ചിരുന്നത്. 30ഓളം പേരുണ്ടായിരുന്നു. എന്നാലും അവരോട് ഒഴിയാൻ ആവശ്യപ്പെട്ടു എന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. താഴ്ഭാഗത്ത് ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ ഗോഡൗൺ ആണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇത് ഒരു UAK എന്ന് പറഞ്ഞൊരു കട ഉണ്ട്, അതിൽ ഗോഡൗണാണ്. മേലെ താമസിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ സ്ലേവ് കുറേ കാലം ഇങ്ങനെ തന്നെ കിടക്കുന്നത്. സാധാരണ സൺസൈഡ് ഇങ്ങനെ അല്ല ഉണ്ടാവില്ലേ, ഇതിപ്പോ ഇങ്ങനെ തന്നെ കിടക്കുന്ന കുറേ കാലമായി. അപ്പൊ ആ കിടക്കുന്നതാണ് കുത്തനെ വീണ്. മൂപ്പരത് ആദ്യം ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വ്യാപാര സ്ഥാപനത്തിന്റെ ഗോഡൗൺ ആണ്. തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സമയത്താണ് മുകളിൽ നിന്ന വിധത്തിൽ സ്ലാബിന്റെ ഭാഗങ്ങൾ അത് ആസ്പെറ്റോസിന് മുകളിൽ വീണ് അതിന്റെ ഭാഗങ്ങൾ സഹിതം താഴ്ഭാഗത്തേക്ക് വീണത്. ഏതായാലും ആർക്കും തന്നെ പരിക്കില്ല എന്നതാണ് ഏറ്റവും ഭാഗ്യം, ആശ്വാസകരമായ കാര്യം. ഈ ഒരു അപകടത്തിന് പിന്നാലെ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥ സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. കോർപ്പറേഷൻ അനുമതിയില്ലാതെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ മുകളിൽ പാർപ്പിച്ചതെന്നാണ് കോർപ്പറേഷൻ വിശദീകരിക്കുന്നത്. അവരോട് ഒഴിയാൻ ആവശ്യപ്പെട്ടെന്നുകൂടി ഹെൽത്ത് ഇൻസ്പെക്ടർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പരിശോധിച്ച സമയത്ത് അതിൽ 5-6 പേര് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അവരെ മൊത്തം നമ്മൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ 30ഓളം വരുന്ന മുഴുവൻ ആളുകളെയും ഈ കെട്ടിടത്തിൽ നിന്ന് വൈകുന്നേരത്തോടു കൂടി ഒഴിവാക്കണമെന്ന് കെട്ടിട ഉടമയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവർ അനധികൃതമായിട്ടാണ് ഈ ആളുകളെ ഇവിടെ താമസിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ആളുകൾ താമസിക്കുന്നുണ്ടെന്നുള്ള പേരും റിപ്പോർട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ നേരത്തെ അപകടമുണ്ടായ സ്ഥലത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. അതായത് കെട്ടിടങ്ങളുടെ ഉറപ്പ് സംബന്ധിച്ച് വനം സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തും എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരം കെട്ടിടങ്ങൾ കോഴിക്കോട് നഗരത്തിൽ അതിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ചിട്ടുണ്ടോ, പരിശോധിച്ചതിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കണ്ണടച്ചിട്ടുണ്ടോ, അതൊക്കെ തന്നെ ഗൗരവമായ അന്വേഷണം വിധേയമാക്കേണ്ടതുണ്ട്. അത്തരം നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കണം. ഒരാളെയും വെറുതെ വിടാൻ പാടില്ല. വീണ്ടും ഒരു അപകടം, ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. അരുൺ കിഷോറിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.